Good morning, everybody. Welcome to Lifestyle Training Center. Thank you for joining today. It's excited to have you here. We are excited to have you here. So, we're going to look at academic reading, IELTS academic reading. Okay, let's go ahead. Well, we have one of our students here, Karthik. Okay, thank you, Karthik, for joining today. You can use headphones. All right, good. So, academic reading in പറ്റി പറഞ്ഞാൽ what do you think? Academic reading in പറ്റി നല്ല ഡിഫിക്കൽട്ട് ആണോ? നല്ല ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ. അപ്പോൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും IELTSന്റെ പ്രത്യേകത നമ്മുടെ ആൻസേഴ്സ് എല്ലാം സ്ട്രെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇതിനെ പാരഫ്രൈസ് ചെയ്ത് തന്നേക്കുന്നു, അല്ലെങ്കിൽ വൊക്കാബുലറി മാറ്റി പര്യായപദങ്ങളൊക്കെ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കത് പോയി കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. IELTS റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ റീഡിംഗ് കപ്പാസിറ്റി, ഓവറോൾ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും അല്ലേ? ഓവറോൾ യുവർ കേപ്പബിലിറ്റി ടു ഹാൻഡിൽ ഇംഗ്ലീഷ് വിൽ ഇൻക്രീസ്. ഇതിനകത്ത് നമുക്ക് വേണ്ടിയത് ഓരോ അക്ഷരങ്ങൾ പറക്കി ചെയ്യാൻ പറ്റും ഇല്ല, സ്കിമ്മിങ് വേണം. സ്കിമ്മിങ് ചെയ്യണം, അതായത് പെട്ടെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റണം ആൻസർ. നമുക്ക് ടൈം മാനേജ് ചെയ്യണം. ടോട്ടൽ നമുക്ക് 3 സെക്ഷൻസ് ആണുള്ളത്. ആ സെക്ഷൻസിൻ്റെ അതിൽ 20 മിനിറ്റ്സ് വെച്ച് നമ്മൾ മാനേജ് ചെയ്താൽ ടോട്ടൽ 60 മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസേഴ്സ് ഡയറക്റ്റ് എടുത്തിട്ട് എഴുതണം, എക്സ്ട്രാ ടൈം തരത്തില്ല നമുക്ക് എഴുതാൻ വേണ്ടി. ഓക്കെ, ലിസണിങ്ങിന് നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ഇഫ് യു ഡു പ്രോപ്പർലി. നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു നാക്ക് കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ് ആരാംസേ. ഓക്കെ, നൗ so if you are new here, please follow us and you will find amazing content, helpful ആയിട്ടുള്ള content ഒക്കെ കിട്ടും. So subscribe to our YouTube channel. We are there on Facebook and Instagram and wherever you can imagine, all the good places. So follow us and visit our website www.goltc.in, where you will find interesting IELTS, OET and all kinds of material, really nice fabricated materials. Okay, constructed material okay, now let's go to IELTS reading. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ ബാർ അറ്റ് ദ ഫോളീസ്. അപ്പോൾ IELTS റീഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യമേ മൊത്തം റീഡ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? പാരഗ്രാഫ് മൊത്തം റീഡ് ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ട് ഗുണമില്ല. കാരണം നമ്മൾ താഴെ എത്തുമ്പോഴത്തേന് നമ്മളെല്ലാം മറന്നുപോകും. അതിന് പകരം എന്ത് ചെയ്യണം? ആദ്യമേ പോയി ക്വസ്റ്റ്യൻസ് വായിക്കണം. ഫെമിലൈസ് യുവർ സെൽഫ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിട്ട് പാരഗ്രാഫുകൾ നോക്കുന്നത്. ABCD വായിച്ചു വരുമ്പോൾ, അപ്പോൾ ഓരോ പാരഗ്രാഫ് വായിച്ചു വരുമ്പോഴും നമ്മളതിൻ്റെ താഴെ സബ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അതിൻ്റെ അതിലെ ക്വസ്റ്റ്യൻ മൊത്തം ക്ലിയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും തിരിച്ചു കൊണ്ടു വരും. അന്നേരം നമ്മൾ ടൈം വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, അതിൻ്റെ അതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ 2-3 സെക്ഷൻ്റെ അതിൽ കാണും ക്വസ്റ്റ്യൻസ്, അത് മൊത്തം ക്ലിയർ ചെയ്യുന്നു. ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, അപ്പം ഏതൊക്കെ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്? മാച്ചിങ് ദ പാരഗ്രാഫ്സ് അല്ലേ? അപ്പം നമുക്ക് ABCD, അപ്പോൾ അതിൻ്റെ അതിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഹെഡിങ്സ് കാണാം. ഹെഡിങ്സ് മാച്ച് ചെയ്യണം. ഇതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മാച്ചിങ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്കറിയാം അതിന് എന്തിനെ പറ്റിയാണ് മുൻതൂക്കം കൊടുത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഫസ്റ്റ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ അതിലെ സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അതിലെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കണം. ഇതൊന്നും കാണാപ്പാടം പഠിച്ച് ചെയ്യാൻ പറ്റും ഇല്ല. എന്നിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻസ്, ഹെഡിങ്സിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഇതാണോ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ. അപ്പോൾ നമ്മളങ്ങനെ ഇതല്ല, എലിമിനേറ്റ് ചെയ്ത് കളയുക. അത് കഴിയുമ്പോൾ നമുക്കൊരു 1 2 3 ഓപ്ഷൻസ് സിമിലർ ആയിട്ടുള്ളത് കിട്ടും. അതൊന്നുകൂടെ നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇതിൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഇതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്? സോ ദാറ്റ്സ് ഹൗ വി ഡു ഇറ്റ്. ആൻഡ് ഇഫ് യു ഡു പ്രോപ്പർലി, ഇഫ് യു ഫോളോ ദീസ് ടെക്നിക്സ്, വി ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ദ ആൻസേഴ്സ് ഈസിലി. ഓക്കെ, സോ പിന്നെ വലിയൊരു സംശയമുള്ളത് എന്താണ്? ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. അത് വലിയ കാര്യമൊന്നുമില്ല. ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറഞ്ഞാൽ, ട്രൂ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഫോൾസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ദ ക്യാൻഡി ഈസ് സോൾഡ് ഫോർ 5 rupees a piece എന്ന് പറഞ്ഞേക്കുന്നു നമ്മുടെ ടെക്സ്റ്റിൻ്റെ അതിൽ. ക്യാൻഡി ഈസ് സോൾഡ് ഫോർ 2 rupees എന്ന് പറഞ്ഞു. സോ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ഏതാണ്? വാട്ട്സ് ആൻസർ? Yeah,
കാരണം ക്യാൻഡി ഈസ് സോൾഡ് ഫോർ 5 rupees എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യാൻഡി ഈസ് സോൾഡ് ഫോർ 2 rupees എന്ന് ക്വസ്റ്റിൻ്റെ ആദ്യം ഒന്ന് ട്രൂ ആണോ? ഇല്ല. അപ്പോൾ ക്യാൻഡി, അപ്പം നമ്മൾ പറയുകയാണ്, എൻ്റെ അടുത്ത് പറയാം ക്യാൻഡി ഈസ് സോൾഡ് എവറി ഡേ ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ടു ബൈ ക്യാൻഡീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിരിക്കുന്നു ദ ക്യാൻഡി ഈസ് സോൾഡ് ഫോർ 5 rupees എവറി ഡേ. സോ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. വിച്ച് ഈസ് ദ ആൻസർ? നോട്ട് ഗിവൺ. കാരണം ക്യാൻഡിയുടെ പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ക്യാൻഡി ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാലും ക്യാൻഡിയുടെ പ്രൈസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ഡോണ്ട് അസ്യൂം ഇറ്റ്. അസ്യൂം ചെയ്യാൻ പാടില്ല ഇതായിരിക്കും ആൻസർ എന്ന്. അസ്യൂം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ഡോണ്ട് അസ്യൂം. Okay, now let's go to the question. Okay, thank you everybody for joining today. I'm sure that if you follow us properly, carefully, you will be benefited. Now let's go to bar at the follies, section 1. Now let's go and read the questions first. IELTS-നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തോ? ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാതെ എത്ര തലകുത്തി നിർത്തി ആൻസർ കറക്റ്റ് എഴുതിയിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ 6 to 10 ആൻസർ ദ ബിലോ, ചൂസ് നോട്ട് മോർ ദാൻ 3 words. അപ്പോൾ നോട്ട് മോർ ദാൻ 3 words എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എഴുതിയാൽ തെറ്റാണ് ആൻസർ, ഈവൻ ഇഫ് ദ ആൻസർ ഈസ് റൈറ്റ്. സോ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാനുള്ള കഴിവ് വേണം. So they check that whether you are able to understand the instructions. If you don't understand the instruction, that means you don't understand English language. So good. ഇപ്പോൾ ഇവിടെ തന്നെ നോട്ട് മോർ ദാൻ 3 words. ഇപ്പോൾ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു a word and or a number എന്ന് പറഞ്ഞാൽ എന്തോ? a word and or answer, a word and or a number എന്ന് പറഞ്ഞാൽ എന്തോ? ഒരു വേർഡും തരാം പ്ലസ് ഒരു നമ്പറും വരും. അപ്പോൾ 4 months എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതും? 4 എന്നുള്ള ഡിജിറ്റ് ഇടണം, നമ്പർ 4 months. അതേസമയം FOUR months എന്ന് ചോദിച്ചാൽ തെറ്റല്ലേ? അപ്പോൾ നമുക്കിന്ന് വായിച്ചു നോക്കാം. റൈറ്റ് ആൻസർ 6 to 10 in your answer sheet or on your answer sheet. Who was the first owner at Bar at Follies? അപ്പോൾ ഓണർ ആരായിരുന്നു? What is the barmaid wearing? Which room is seen at the back of the painting? Who is performing for the audience? Where did most of the work of the painting take place? Okay, അപ്പോൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തലയിലോട്ട് കയറിയല്ലോ. ഇത്ര ക്ലിയർ ആയിട്ട് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും. 11 to 13. Complete the sentences with the following ending, A to F. Write the correct letter A to F in the boxes 11 to 13 with the correct ending. Okay, now 11 to 13. Manage misrepresents the images in the mirror because he, ഇപ്പോൾ താഴെ കുറേ ഓപ്ഷൻ ഉണ്ട്. മിസ്റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലേ? അത് എ ആണോ ബി ആണോ സി ആണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ട് ലെറ്റർ എഴുതിയാൽ മതി. ആൻസർ എഴുതി വെക്കാമല്ലോ. അതും ഒരു പ്രശ്നമാണ്. ചിലർ ആൻസർ എഴുതി വെക്കും, ആൻസർ പോയില്ലേ, ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റും. മാനേജ് ഫെൽറ്റ് മോഡേൺ വർക്കേഴ്സ് വെയർ ഏലിനേറ്റഡ് ബിക്കോസ് ദേ, എന്തുകൊണ്ടാണ്? നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അടുത്തത്, അക്കാഡമിക്സ് ഹാവ് റീകൺസ്ട്രക്റ്റഡ് ദ പെയിന്റിങ്സ് ഇൻ റിയൽ ലൈഫ് ബിക്കോസ് ദേ ഡിഡ് സംതിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്, നോട്ട് എ ബിഗ് ഡീൽ. അപ്പം എല്ലാം കവറായി. നൗ ലെറ്റ്സ് go to our paragraph. Now let's read paragraph A. Okay, are you ready? Yeah. Okay, now one of the most critically renowned paintings of the 19th century modernist movement is the French painter Adoor Manet's masterwork Adoor at the Follies. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു വലിയൊരു പെയിന്റിങ്ങിനെ പറ്റി, ഒരു പ്രശസ്തനായ ഒരു പെയിന്റിങ്ങുകാരൻ്റെ ഒരു പെയിന്റിങ്ങിനെ, മാസ്റ്റർ പീസിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അല്ലാതെ വെറുതെ ആ കോൺസെപ്റ്റ് മനസ്സിലായ എളുപ്പമാണ് ആൻസർ കിട്ടാൻ. അപ്പോൾ ഒറിജിനലി ബിലോങ് ടു ദ കമ്പോസർ ഇമ്മാനുവൽ Chabrier or Cabrier, whatever the pronunciation may be. It is now in the possession of the Courtlord Gallery. Courtlord, I may be mispronouncing the word, doesn't matter. Gallery in London, where it has also become a favorite with the crowd. അപ്പോൾ ഇതിനെ പറ്റിയാണ്, പെയിന്റിങ്ങിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം താഴെ. അപ്പോൾ എക്കകത്തിലുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകണം. അത് തിരിച്ചു വന്ന് ഒരിക്കലും വായിക്കേണ്ടി വരല്ല. ദാറ്റ്സ് ദ കീ. Now, a description of how Manet created the painting. Aspect of the painting, writer's view of the idea, examples to show a statement. Above A to F, which paragraphs contain the following information? Parne.
എയുമായിട്ട് ക്രിയേറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ഏതാണിത്? അതായത് നമ്മളിപ്പോൾ വായിച്ചു എ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൻസർ ഏതായിരിക്കും? 1 2 3 4 5 ഏതാണ് നമ്മുടെ ആൻസർ? ഇപ്പം നമ്മൾ കുറേ പെയിൻറ്റിങ്ങിനെ പറ്റിയല്ലേ പറഞ്ഞു വായിച്ചത്, ഇപ്പോൾ ജനറൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് വായിച്ചത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? 1 ചൂസ് 1 to 5. അപ്പോൾ 1 to 5 നോക്കിക്കേ, ഇതിലേതാണ് നമ്മുടെ ആൻസർ? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ മാനറ്റ് ക്രിയേറ്റഡ് ദ പെയിൻറ്റിങ്. മാനറ്റ് എങ്ങനെ പെയിൻറ്റിങ് ക്രിയേറ്റ് ചെയ്തെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആസ്പെക്ട്സ് ഓഫ് ദ പെയിൻറ്റിങ് ദാറ്റ് സ്കോളേഴ്സ് ആർ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ, അതാണോ? റൈറ്റേഴ്സ് വ്യൂ ഓഫ് ദ ഐഡിയ ദാറ്റ് മാനറ്റ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്, ആണോ? Examples to show why the bar scene is unrealistic, ആണോ? A statement about the popularity of the painting, ആണോ? ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ പറഞ്ഞേക്കുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ക്രിറ്റിക്കലി റിനൗൺഡ് പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പം എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പോപ്പുലാരിറ്റി ഓഫ് ദ പെയിൻറ്റിംഗ് അല്ലേ? സോ വാട്ട്സ് ആൻസർ? അവർ ആൻസർ ഈസ്, അപ്പോൾ 5 അല്ല ആൻസർ. 5ന്റെ ആൻസർ നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മൾ എഴുതുന്നു എ. അപ്പോൾ അത് പെർഫെക്റ്റ് ആണ്. സോ വി ജസ്റ്റ് ഹാവ് ടു എലിമിനേറ്റ് ദ ഓപ്ഷൻസ് ആൻഡ് വി ഗെറ്റ് ദ ആൻസർ. എന്നിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോലെ താഴെ നോക്കണം. കണ്ടോ, ഇത് 1 to 5 ഉള്ളൂ. അപ്പം 6 to 10 കിടക്കുന്നു, 11 to 13 കിടക്കുന്നു. ഇത്രയും ക്ലിയർ ചെയ്തിട്ടേ പോകാവൂ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പോയിട്ട് വായിക്കേണ്ടി വരും. ഓക്കെ, നൗ 6 to 10 ഉണ്ടോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? What do you think? 6. Who was the first owner of a bar at the Follies? തന്നിട്ടില്ലേ? അപ്പോൾ എൻ്റെ ആൻസർ എന്തോ നമ്മൾ മേപ്പോട്ട് നോക്കിക്കേ. Who was the first owner? Yes, ഇവിടെ തന്നിട്ടുണ്ട്. Originally belonging to the composer Emmanuel Chabrier or Cabrier something. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്മാനുവൽ ചാബ്രിയർ. അപ്പോൾ ഇവിടെ 3 വേർഡ് ഉണ്ട്. 3 വേർഡ് നമുക്ക് എഴുതാൻ പറ്റും. അല്ല, ഇവിടെ എത്ര വേർഡ് ഉണ്ട്? 1 second. 3 വേർഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇമ്മാനുവൽ ചാബ്രിയർ ഓർ ക്യാബ്രിയർ. ദാറ്റ്സ് ആൻസർ. അത് അതുപോലെ എഴുതണം. വാട്ട് വാസ് എ ബാർമെയ്ഡ് വെയറിങ്, അത് വന്നിട്ടില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു IELTSന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോളോയിങ് ദാറ്റ് സെയിം ഓർഡർ. ദാറ്റ്സ് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ പാരഗ്രാഫിന്റെ ഓർഡർ ഫോളോ ചെയ്യുന്ന അല്ലായിരുന്നേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കഷ്ടപ്പെട്ടു പോയനെ. സോ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അത് നല്ല ഒരു സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ താഴെ നോക്കിക്കേ, 11 മിസ്റെപ്രസെൻസ് എ ഇമേജ് ഫെൽറ്റ് മോഡേൺ. അപ്പോൾ ഇതൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് എറ്റ് ടു കം. അപ്പോൾ നമ്മുടെ ആൻസർ അവിടുത്തെ കഴിഞ്ഞു. ഇനി എ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ബി, the painting is set late at night at a 19th century Persian nightclub. The barmaid stands alone behind her bar, fitted out in a black bodice, I think, that has a frilly white neckline and with a spray of flowers sitting across a decolletage something. She rests. അപ്പോൾ നമുക്കൊരു വാക്ക് അറിയത്തില്ലെങ്കിൽ അത് വായിച്ചെടുക്കാനൊന്നും പോകണ്ട. ജസ്റ്റ് skip it. Means ഒന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. We have to manage time. You may not know I don't know every word. Okay, whatever you know is good. But we can learn on a daily basis. She rests her hand on a bar and gazes out forlornly at a point just below the viewer, not quite making eye contact. Also on the bar are some bottles of liquor and a bowl of oranges, but much of the activity in the room takes place in the reflector of a mirror behind the barmaid. Through this mirror, we can see an auditorium bustling with blurred figures and faces, men in top hats, a woman examining the scene below her through binoculars, another in long glove, even the feet of a trapeze artist demonstrating acrobatic feats above his adorning crowd. In the foreground of the reflection, a man with a thick mustache is talking with the barmaid. അപ്പോൾ കുറേ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ഡിസ്ക്രിപ്ഷനാണ് അവിടെ എന്തോ നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതാണോ ഉള്ളത്? ABC. മാത്രമല്ല ഈ പാരഗ്രാഫ് തന്നേക്കുന്നതിൽ എല്ലാ പാരഗ്രാഫും ആൻസർ വരണമെന്നില്ല. ഓക്കെ,
ചിലത് വരാം, ചിലതിൻ്റെ അത് റിപ്പീറ്റഡ് ആകും. അത് പറഞ്ഞേക്കും റിപ്പീറ്റ് ആകുവാണെങ്കിലും ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദെയർ, യു ബി മൈൻഡ്ഫുൾ, ഇറ്റ് കുഡ് റിപ്പീറ്റ്. ഓക്കെ, 1 ആണോ? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ മാനറ്റ് ഉണ്ടോ? ക്രിയേറ്റഡ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ? എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പെയിന്റിങ് ക്രിയേഷനെ പറ്റി പറഞ്ഞില്ല. ആസ്പെക്ട്സ് ഓഫ് സ്കോളേഴ്സിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. ഇറ്റ്സ് നോട്ട് ഇവൻ ടച്ച്ഡ്. റൈറ്റേഴ്സ് വ്യൂ പറയുന്നുണ്ടോ? ഇല്ല. എക്സാമ്പിൾസ് ടു ഷോ വൈ ദ ബാർ സീൻ ഈസ് അൺറിയലിസ്റ്റിക്. എക്സാമ്പിൾസ്. അപ്പം എക്സാമ്പിൾസ് അവിടെ വല്ലതും വായിച്ചിട്ടുണ്ടോ? അൺറിയലിസ്റ്റിക് എന്ന് വല്ലതും വായിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ 5ാമത്തെ ഓൾറെഡി പറഞ്ഞു. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനി റിലേറ്റഡ് ആൻസർ. ഓക്കെ, നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് ഇല്ലെന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോൾ അവിടെ ഇതിൻ്റെ പോസിബിലിറ്റി ആയിട്ടുള്ള 4 മാത്രമേ ഉള്ളൂ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. എനിവേ, ലെറ്റ്സ് കീപ്പ് ഇറ്റ് അസൈഡ്. നമ്മൾ ബാക്കിയോടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്. പിന്നെ അടുത്തത് 2ാമത്തെ സെക്ഷൻ, വാട്ട് ഈസ് ദ ബാർമെയ്ഡ് വെയറിംഗ്? ഉണ്ടല്ലോ, ബാർമെയ്ഡിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ. സോ വെർ ഇസ് ഇറ്റ്? എ ബാർമെയ്ഡ്, can you give the answer? A barmaid stands alone behind her bar. കണ്ടോ? എന്തോ എഴുതിക്കുന്നത്? ഫിറ്റഡ് ഔട്ട് ഇൻ എ ബ്ലാക്ക് ബോഡീസ്, ഇഫ് ദ പ്രൊനൗൺസിയേഷൻ ഇസ് റൈറ്റ്. ഫിറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് അവർ ധരിച്ചിരിക്കുന്നതാണ് ഫിറ്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വെയറിങ്. അപ്പോൾ ഫിറ്റഡ് ഔട്ട് എന്നുള്ളത് വെയറിങ് എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ്. അപ്പോൾ വെയറിങ് എന്ന് നമ്മൾ ഡയറക്റ്റ് എന്നാൽ പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാം. അതിന് വരും ഫിറ്റഡ് ഔട്ട് എന്നൊരു വാക്ക് തന്നേക്കുന്നു, അത്രേ ഉള്ളൂ. ഫിറ്റഡ് ഔട്ട് ഇൻ എ ബ്ലാക്ക് ബോഡി. സോ വാട്ട്സ് ആൻസർ? ബ്ലാക്ക് ബോഡീസ്. ദാറ്റ്സ് അവർ ആൻസർ. നമ്മൾ എഴുതി. നമുക്കിനി നാപ്പോട്ട് നോക്കാം. ഓക്കെ, 8ാമത്തേത്, വിച്ച് റൂം ഈസ് സീൻ അറ്റ് ദ ബാക്ക് ഓഫ് ദ പെയിന്റിംഗ്? അതുകൊണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഇവിടെ നമ്മൾ ത്രൂ ദ മിറർ വി ക്യാൻ സീ ആൻ ഓഡിറ്റോറിയം. അപ്പം മിറർ എന്ന് പറയുമ്പോൾ മിററിൽ നോക്കുമ്പോൾ പുറകിലുള്ളതല്ലേ കാണും. ദാറ്റ്സ് എ ഇന്റലിജൻസ്, റൈറ്റ്? അത് നേരിട്ട് തന്നേക്കുമല്ല, മിററിൽ നോക്കുമ്പോൾ നമ്മൾ പുറകിലുള്ളതാണ്. ദാറ്റ്സ് അവർ ബിഹൈൻഡ് എന്നല്ല എഴുതിയിരിക്കുന്നത്. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ബാക്കിലുള്ളതാണ്. സോ വാട്ട്സ് ആൻസർ? ആൻ ഓഡിറ്റോറിയം. ആൻ ഓഡിറ്റോറിയം. അപ്പോൾ നമുക്ക് 2 വാക്ക് എഴുതാം. ആൻ ഓഡിറ്റോറിയം. ടോട്ടൽ 3 ഉണ്ടല്ലോ. ആൻ ഓഡിറ്റോറിയം ഈസ് ബെറ്റർ. പിന്നെ നമുക്ക് നോക്കാം, ഹൂ ഈസ് പെർഫോമിംഗ് ഫോർ ദ ഓഡിയൻസ്? പെർഫോമിങ്സിൻ്റെ കാര്യം നമ്മൾ വായിച്ചു അവിടെ തന്നെ. സോ കുറേ ആൻസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. വാട്ട്സ് ആൻസർ? ഓഡിയൻസിൻ്റെ കാര്യം. ഇറ്റ്സ് റൈറ്റ് there. വാട്ട്സ് ആൻസർ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ആർ യു ഫോളോയിങ് us? യൂട്യൂബ് family, friends and students? I may not be able to see your comments because of this setting, but surely we'll respond to you once the live is over. Please write down your comments. കാണുന്നുണ്ടോ? ബിക്കകത്തിൽ ഒരു പെർഫോമൻസിനെ പറ്റി പറയുന്നുണ്ടോ? ഹൂ ഈസ് പെർഫോമിംഗ് ഫോർ ദ ഓഡിയൻസ്? Can you see it? Facing the top hat, a woman examining Okay. see below her. Binocular. Okay. Binocular. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. അവിടെ ഉണ്ട് ആൻസർ. Another in long glove, even the feet of a demonstrating acrobatic feats above his adorning crowd. അപ്പോൾ അഡോണിങ് ക്രൗഡ് എന്നുള്ളതിന് പകരമല്ലേ എന്ത് വന്നേക്കുന്നത്? പെർഫോമിംഗ് ഫോർ ദ ഓഡിയൻസ്. അപ്പോൾ ഓഡിയൻസും ക്രൗഡും ഒന്നല്ലേ? അപ്പോൾ ആരാണ്? ട്രപ്പീസ് ആർട്ടിസ്റ്റ്. ഇഫ് ദ പ്രൊനൗൺസിയേഷൻ ഈസ് റോങ്, forgive me. ട്രപ്പീസ് ആയിരിക്കണം. എ ട്രപ്പീസ് ആർട്ടിസ്റ്റ് അല്ലേ? അപ്പോൾ 3 വാക്കുണ്ട്. ട്രപ്പീസ് ആർട്ടിസ്റ്റ്. Now, അപ്പോൾ നമുക്ക് കുറേ ആൻസേഴ്സ് ഇവിടെ വന്നു. വേർ ഡിഡ് മോസ്റ്റ് ഓഫ് ദ വർക്ക് ഓൺ ദ പെയിൻറ്റിങ് ടേക്ക് പ്ലേസ്? അവിടെ ഉണ്ടോ? ഇല്ല. അടുത്തത് നമുക്ക് 3ാമത്തെ ഇതിലോട്ട് പോകാം. 11 to 13 മാനെറ്റ് മിസ്റെപ്രസൻസ് ഇമേജ് ഇല്ല. ഫെൽറ്റ് മോഡേൺ വർക്ക് അതൊന്നും ഇല്ല. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ടുള്ളത് എന്താണ്? ബി ക്ലിയർ ആയി. പിന്നെ ഇതിനകത്തൊരു ഡൗട്ട് ഉള്ളത് ബിക്കകത്തിലെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നാണ്. 1, 2, 3, 4, 5 അത് നമ്മളത് മാറ്റി വെച്ചേക്കാണ്, നമുക്കത് കണ്ടില്ല ആൻസർ. Now let's read C. Although the follies
was an actual establishment in late 19th century Paris, and the subject of the painting was a real barmaid who worked there. Manet did not attempt to recapture every detail of the bar in his rendition. The painting was largely completed in a private studio belonging to. അപ്പോൾ എനിക്ക് അത് ഓൾറെഡി ഞാൻ വായിച്ചൊരു ക്വസ്റ്റ്യൻ എൻ്റെ മൈൻഡിൽ വരുന്നു. വാട്ട് അബൌട്ട് യു? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്കത്, എവിടെയാണ് മോസ്റ്റ് ഓഫ് ദ വർക്ക് നടന്നതെന്ന്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരും? ഈ ആൻസർ വരും. ബിലോങ്ങിങ് ടു ദ പെയിൻറ്റർ where the barmaid posed with a number of bottles, and this was then integrated with the quick sketches the artist made at the Follies itself. ഓക്കെ, അപ്പോൾ ഇത് എവിടെ വെച്ചാണ് പെയിൻറ്റിങ് നടന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഉണ്ടല്ലോ. എവിടെയാണ് ആൻസർ? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ മാനറ്റ് ക്രിയേറ്റഡ് ദ പെയിൻറ്റിങ് ആണോ ആൻസർ? ഇല്ലേ? അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? മൊത്തം അവിടെ വെച്ചല്ല, ഇവിടെ വെച്ചാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടോ, മാനറ്റ് ഡിഡ് നോട്ട് അറ്റംപ്റ്റ് ടു റീക്യാപ്ചർ എവറി ഡീറ്റെയിൽ ഇൻ ദ ബാർ. പ്രൈവറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ അതല്ലേ, എ ഡിസ്ക്രിപ്ഷൻ. പിന്നെ വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ? ആസ്പെക്ട്സ് ഓഫ്. അപ്പോൾ നമുക്കൊന്ന് അടുത്തതും എലിമിനേറ്റ് ചെയ്യാം. സ്കോളേഴ്സിൻ്റെ കാര്യമില്ല, വ്യൂ ഓഫ് ദ ഐഡിയ ഇല്ല, അൺറിയലിസ്റ്റിക് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 1 ആണ് അല്ലേ? അപ്പോൾ 1ന് നമ്മൾ എന്ത് എഴുതും? 1ന് നമ്മൾ സി എന്ന് എഴുതി. Now let's go and see. 10. ബാക്കി കഴിഞ്ഞു. 7, 8, 9 കഴിഞ്ഞു. 10. Where did most of the work on the painting take place? അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവാണ്? കണ്ടോ, ക്വസ്റ്റ്യൻ വായിച്ചതിൻ്റെ ഗുണം കണ്ടോ? എവിടെയാണ് ആൻസർ? Can you find it? Can you find it, students? Where did the work, most of the work, where was it taken place? എവിടെ വെച്ചാണ് മിക്കവാറുള്ള വർക്കുകൾ എവിടെ വെച്ചാണ് തീർന്നത്? യെസ്, പ്രൈവറ്റ് സ്റ്റുഡിയോ അല്ലേ? അപ്പം ഹി ഡിഡ് നോട്ട് ഡു എവറിഥിങ് ഇൻ ദ ബാർ. കണ്ട് എവിടെ എഴുതിക്കുന്നുണ്ടോ? ഡിഡ് നോട്ട് അറ്റംപ്റ്റ് ടു ക്യാപ്ചർ എവറി ഡീറ്റെയിൽ ഓഫ് ദ ബാർ ഇൻ ഹിസ് റെൻഡിഷൻ. ദ പെയിൻറ്റിംഗ് വാസ് ലാർജ്ലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ വർക്ക്. സി, സെയിം വേർഡ് വേറെ രീതി പറഞ്ഞേക്കുന്നു. ഇറ്റ് ഈസ് റൈറ്റ് ദെയർ. സോ നൈസ്. The painting was largely completed in a private studio belonging to the painter. So, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ എ പ്രൈവറ്റ് സ്റ്റുഡിയോ എന്ന് എഴുതിയ ആൻസർ തെറ്റാണോ? പ്രൈവറ്റ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ 4 വാക്കായി പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രൈവറ്റ് സ്റ്റുഡിയോ ബിലോങ്ങിങ് ടു ദ പെയിൻറ്റർ. അല്ലെങ്കിൽ നമുക്ക് പറയാം പെയിൻറ്റേഴ്സ് പ്രൈവറ്റ് സ്റ്റുഡിയോ എന്ന് പറയാം, അല്ലെങ്കിൽ മാനറ്റ്സ് സ്റ്റുഡിയോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. മാനറ്റ് സ്റ്റുഡിയോ ഈസ് കറക്റ്റ്. പെയിൻറ്റേഴ്സ് പ്രൈവറ്റ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ പാരഫ്രൈസ് ചെയ്യുന്നതോ, മാനറ്റിൻ്റെ സ്റ്റുഡിയോ ഇൻ എ പ്രൈവറ്റ് സ്റ്റുഡിയോ ബിലോങ്ങിങ് ടു ദ പെയിൻറ്റർ. പെയിൻറ്റർ ആരാണ്? മാനറ്റ്. അപ്പോൾ മാനറ്റ് സ്റ്റുഡിയോ, ദാറ്റ് ഈസ് ആൻസർ അല്ലേ? കുറച്ച് രസമല്ലേ? യെസ്, കണ്ടോ, കുറച്ച് ഇംഗ്ലീഷ് അറിയണ്ടായോ അത് ചെയ്യണമെങ്കിലും. ദാറ്റ്സ് ദ രസം ഓഫ് ദിസ് അക്കാഡമിക് റീഡിങ്. നൗ മാനറ്റ് മിസ്റെപ്രസെന്റ് ദ ഇമേജ്. അവിടെ ഒന്നും തന്നില്ല, ബാക്കിയൊന്നും ഇല്ല. പ്രൈവറ്റ് സ്റ്റുഡിയോ റോങ് ആൻസർ ആവുമോ? പ്രൈവറ്റ് സ്റ്റുഡിയോ ഈസ് കറക്റ്റ്. കുറച്ചുകൂടെ ആക്യുറസി ഞാൻ പറഞ്ഞത്. മാനറ്റ്സ് പ്രൈവറ്റ് സ്റ്റുഡിയോ. മാനറ്റ്സ് പ്രൈവറ്റ് സ്റ്റുഡിയോ ഇല്ല, മാനറ്റ് സ്റ്റുഡിയോ. യെസ്, പ്രൈവറ്റ് സ്റ്റുഡിയോ ആകുമ്പോൾ ഏത് പ്രൈവറ്റ് സ്റ്റുഡിയോ ആണല്ലോ. മാനറ്റ് സ്റ്റുഡിയോ അവിടെ അത്രയും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ നമുക്കൊന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇവിടെ താഴത്തെ ഒന്നും ഇല്ലല്ലോ, മിസ്റെപ്രസെൻറ്റിങ്ങും ഫെൽറ്റ് ഇതൊന്നും ഇല്ല. അപ്പോൾ നമ്മളുടെ 10 വരെയുള്ള ആൻസർ കഴിഞ്ഞു. ഇവിടെ 1ഉം കഴിഞ്ഞു, 5ഉം കഴിഞ്ഞു. ബാക്കി ഇനിയുള്ളത് 2, 3, 4 ആണ്. ലെറ്റ്സ് സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. ബാക്കിയെല്ലാം ചെക്ക് ചെയ്തല്ലോ, ഒന്നുമില്ല. നൗ ഡി. Even more confounding than Manet's relaxed attention to detail, however, is a relationship in the painting between the activity in the mirrored reflection and that which we see in the unreflected foreground. In similar vein to Digo something, much earlier in work Las Meninas, Manet uses the mirror to toy with our ideas. നമ്മുടെ ഐഡിയയുമായിട്ട് കളിക്കുന്നു. Ideas about which detail are true to life
and which are not. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അൺറിയലിസ്റ്റിക് എന്നൊക്കെയുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. Okay. In the foreground, for example, the barmaid is positioned upright, her face betraying an expression of lonely detachment. Yet, in the mirrored reflection, she appeared to be leaning toward and to the side. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ എന്തോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പിക്ചറാണ് അവർ തരുന്നത്, അല്ലേ? ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. കാരണം കണക്റ്റ് ആകുന്നില്ലേ അത്? Okay, apparently engaging in a conversation with her mustachioned customer. As a result of this, customer's stand is also altered. Unrealistic. In the mirror, he should be blocked from the view as a result of where the barmaid is standing, yet Magnet has repositioned him to the side. Overall, the impact of the viewer is one of the dreamlike disjuncture between reality and illusion. Okay. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ കത്തുന്നുണ്ട്. ഏതാണ് നമ്മുടെ ആൻസർ? Which is answer? 1, 2, 3, 4, 5. Where's answer? 3. Easy. 3 ആണോ? Look at all the options. ഒരെണ്ണം കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യല്ലോ. Eliminate all the options. 1 പോയല്ലോ, 5 പോയി, 2, 3, 4 ഉണ്ട്. Aspect of the painting that scholars are most interested in. സ്കോളേഴ്സിൻ്റെ കാര്യം പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? 3 and 4. The writer's view of the idea that Manets want to communicate ആണോ? Examples to show why the bar scene is unrealistic. ഇതിലേത് ആൻസർ? 4. അൺറിയലിസ്റ്റിക് ആണെന്നല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. കാരണം ആ ബ്ലോക്ക് ആകേണ്ടതായിരുന്നു. ഇയാൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു, എന്നിട്ട് ഒരു പെയിൻറ്റിങ്ങിൻ്റെ അതിലെന്ത് കാണിച്ചത്? മാറ്റിലോട്ട് റിയൽ പിക്ചറും റിഫ്ലക്റ്റഡ് ഇമേജും രണ്ടും മാച്ച് ആകുന്നില്ല, അൺറിയലിസ്റ്റിക് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തുവാ? 4ൻ്റെ ആൻസർ D for direct. 11. Manet misrepresents the image in the mirror because അവിടെ നമ്മുടെ ഒരു ആൻസർ ഉണ്ട്. എന്തിനാണ് ഇദ്ദേഹം മിസ്റെപ്രസെന്റ് ചെയ്യുന്നത്? എ ആണോ? വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ പെയിന്റിങ്സ് പെർസ്പെക്റ്റീവ് വാസ് റിയലിസ്റ്റിക് ആണോ? ഇദ്ദേഹം എന്തിനാണ് പെയിന്റിങ്ങിന്റെ പെർസ്പെക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ? ഇദ്ദേഹം തന്നെയല്ലേ പെയിന്റ് ചെയ്തത്. അപ്പോൾ എ ആണോ ആൻസർ? അല്ല. ഫെൽറ്റ് ദേ ഹാഡ് ടു വർക്ക് എവറി ഹാർഡ് ബോറിംഗ് ആണോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇല്ല. വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ അറ്റ് ദ ടൈം ആണോ? അല്ല. ഫെൽറ്റ് ലൈക്ക് ദേ ഹാഡ് ടു ബിക്കം ഡിഫറെന്റ് പീപ്പിൾ അല്ല. വാണ്ടഡ് ടു മാനിപ്പുലേറ്റ് ദ സെൻസ് ഓഫ് റിയാലിറ്റി, wanted to focus on the detail in the painting. അപ്പോൾ ഏതാണ് ആൻസർ? ഈസി ആൻസർ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. wanted to manipulate our sense of reality ഉണ്ട്, wanted to focus on the detail in the painting. which is answer? നമ്മൾ ആ വായിച്ചതിൻ്റെ അതിലെ ഓർമ്മകൾ വരണം, എന്നിട്ട് വേണം വായിക്കാൻ. don't just read it for the sake of reading. See, എൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? Manet uses the mirror to toy with our ideas about which details are true to life and which are not. He wanted to toy with our idea. He wanted to manipulate our idea, അല്ലെങ്കിൽ affect our idea. So അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ ഇവിടെ കിടക്കുന്നത്? He wanted to manipulate our sense of reality. ഇല്ലേ? ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? കണ്ടോ? To toy with our ideas about the details are true to life or not. അത് തന്നെയല്ലേ തന്നേക്കുന്നത്? Okay, sense of reality ആണേ. വാണ്ടഡ് ടു ഫോക്കസ് ഓൺ ദ ഡീറ്റെയിൽ ഓഫ് ദ പെയിന്റിംഗ് ആണോ? അതിനുവേണ്ടിയാണോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അല്ല. ഓക്കെ, അടുത്ത നമുക്ക് 2 ആൻസറും കൂടെ ഉള്ളൂ ഇവിടെ. വർക്കേഴ്സ് ആർ ഏലിയനേറ്റഡ്, റീകൺസ്ട്രക്ട് ദ പെയിന്റ് അക്കാഡമിക്. പിന്നെ ഇവിടെ ഏതാണ് നമുക്കുള്ളത്? ഇനി 2 ഉള്ളൂ. സ്കോളേഴ്സിൻ്റെ കാര്യമുണ്ട്, പിന്നെ റൈറ്റേഴ്സ് വ്യൂ. ഓക്കെ, നമുക്ക് ഇനിയിപ്പം ഇയിലോട്ട് പോവാം. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഹൗ ഡു യു ഫീൽ? Nice. It's quite enjoyable once you get a hang of it. Why would Manet engage in such a deceit? Perhaps for that very reason, to depict 2 different states of mind or emotion. Manet seems to be conveying his understanding of the modern workplace, a place from his perspective of alienation and separation, where workers felt torn from their true selves and forced to assume an artificial working identity. What we see in the mirrored reflection is a barmaid's working self, busy serving a customer. The front view, however, bears witness to how barmaid truly feels at work, hopeless, adrift, and alone.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ പെയിന്റിംഗ് ഇങ്ങനെ ചെയ്തേക്കുന്നത്, അതിൻ്റെ അതിലുള്ള അതിന്റെ മെസ്സേജ് എന്താണെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എന്നാ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. ആസ്പെക്ട്സ് ഓഫ് ദ പെയിന്റിംഗ് ദാറ്റ് സ്കോളേഴ്സ് ഇൻട്രസ്റ്റഡ് ആണോ? ആണോ? 2 ആണോ? സ്കോളർ എന്നൊരു വാക്കുണ്ടോ അവിടെ? ഇല്ല, പിന്നെ നമുക്ക് ഏതേ ഉള്ളൂ ആൻസർ? 3 ഉള്ളൂ. കാരണം ഇയും എഫുമേ ഉള്ളൂ, 2 പാരഗ്രാഫേ ഉള്ളൂ. ദ റൈറ്റേഴ്സ് വ്യൂ ഓഫ് ദ ഐഡിയ മാനറ്റ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇതല്ലേ മെസ്സേജ് അല്ലേ, ഹി വാണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ്. സോ വി ഗോട്ട് ഓൾ ദ ഐഡിയ. സോ ഇനി അടുത്ത ആൻസർ എന്തുമായിരിക്കും? എഫ് ആയിരിക്കും. എഫ് എന്തുമായിരിക്കും? സ്കോളേഴ്സിന്റെ ആയിരിക്കും. 2. എഫ് 2 ആയിരിക്കണം. 2F ആയിരിക്കും. ഓക്കെ, സോ വി ഗോട്ട് ദാറ്റ്. നൗ 12. മാനറ്റ് ഫെൽറ്റ് മോഡേൺ വർക്കേഴ്സ് വെയർ ഏലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ബിക്കോസ് ഓഫ് ദ അന്യപ്പെട്ടു എന്നാണ് ഏലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ദേ വാട്ട്സ് ആൻസർ? ക്യാൻ യു ഫൈൻഡ് ദ ആൻസർ? They wanted to find out if the painting's perspective was realistic or no, felt they had to work very hard at a boring and difficult job. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടൊരു ആൻസറാണ് ബി അല്ലേ? ബി ഒരു പോസിറ്റീവ് ആൻസറാണ്. Wanted to understand the lives of ordinary people at that time, felt like they had to become a different people. അതെങ്ങനെയുണ്ട്? wanted to manipulate a sense of reality അല്ല, wanted to focus on detail അല്ല. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന നമുക്ക് സംശയം വരുന്നത് ബിയും ഡിയും ആണ്. felt that they had to work very hard at a boring and a difficult job, felt like they had to become different people. Manet felt modern workers are alienated because. അപ്പോൾ നമുക്ക് നോക്കാം. Okay, why would Manet engage? Perhaps for the very reason to depict 2 different states of mind or emotion. Manet seems to be conveying his understanding of modern workplace where, from his perspective of alienation, then alienation പറ്റിയുള്ള മീനിങ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സി, വളരെ എളുപ്പമാണ്. ഏലിനേഷൻ കഴിഞ്ഞ് കോമ ആയിട്ടിട്ടാണ് അതിൻ്റെ മീനിങ് കൊടുക്കുന്നത് അല്ലേ? അവിടെയുണ്ട് അതിൻ്റെ ആൻസർ. Where workers felt torn from their true selves and forced to assume an artificial working identity. കണ്ടോ ഇവിടെ ആൻസർ എന്ന്? ഇത്രയും ക്ലിയർ ആയിട്ട് ഇവിടെ കിട്ടും ആൻസർ. നമ്മൾ ആ വാക്ക് എലിനേഷൻ എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. എന്തുവാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ? വർക്കേഴ്സ് ഫെൽറ്റ് ടോൺ ഫ്രം ദ ട്രൂ സെൽഫ്സ് ആൻഡ് ഫോഴ്സ് ടു അസ്യൂം ആൻ ആർട്ടിഫിഷ്യൽ വർക്കിംഗ് ഐഡന്റിറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഫെൽ ദേ ഹാഡ് ടു വർക്ക് വെരി ഹാർഡ് അറ്റ് ദ ബോറിംഗ് ഡിഫിക്കൽട്ട് ജോബ് ആണോ? ഫെൽ ദേ ലൈക്ക് ടു ബിക്കം ദേ ഹാഡ് ബിക്കം ഡിഫറെൻറ്റ് പീപ്പിൾ. ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലേ? ദേ ഹാഡ് ബിക്കം, അവർ വേറെ മനുഷ്യനായി തീർന്നു എന്ന് തന്നെയല്ലേ ഇവിടെ പറയുന്നത്? അവരുടെ സ്വന്തം ട്രൂ സെൽഫിൽ നിന്ന്, അവരുടെ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും മാറിയിട്ട് അവർ ആർക്കാണ്ട് വേണ്ടി അടിമപ്പണി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഫോഴ്സ് ടു അസ്യൂം ആർട്ടിഫിഷ്യൽ വർക്കിംഗ് ഐഡന്റിറ്റി ഇല്ലേ? ട്രൂ സെൽഫ്സിൻ്റെ അതിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഫെൽ ദേ ഹാവ് ബിക്കം എ ഡിഫറെൻറ്റ് പീപ്പിൾ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു 1 or 2 ആൻസർ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതിൽ അവസാനം അത് ബാക്കി എലിമിനേറ്റ് ഈ 2 ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ആസ്ക് അവർ സെൽസ്. ഓക്കെ, ഐ തിങ്ക് വി ആർ coming to the end of our training for today. F. Ever since its debut, I think, at the Paris Salon of 1882, art historians, എന്താണ് സ്കോളേഴ്സ് ആണ് ഇവിടെ വരുന്നത് അല്ലേ, have produced reams of books and journal articles disputing the positioning of the barmaid at patron in a bar at the Follies. Patron or patron. Some have even conducted stage representation of the paintings in order to ascertain. ഇതിൻ്റെ ഒരു ആൻസർ ആണ് കണ്ടോ, അതിൻ്റെ ആൻസർ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അക്കാഡമിക്സ് ഹാവ് റീകൺസ്ട്രക്ട് ദ പെയിൻറ്റിംഗ് ഇൻ റിയാലിറ്റി. 13 നോക്കി, ഇത് നമുക്ക് മനസ്സിൽ വരണം. അക്കാഡമിക്സ് ഹാവ് റീകൺസ്ട്രക്ട് ദ പെയിൻറ്റിംഗ് ഇൻ റിയൽ ലൈഫ് ബിക്കോസ്. എന്തുകൊണ്ടാണ്? അതാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. സം ഹാവ്, എഫ് നോക്കിക്കേ, സം ഹാവ് ഈവൻ കൺസ്ട്രക്റ്റഡ്, അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ തന്നെ, റീകൺസ്ട്രക്റ്റഡ് കൺസ്ട്രക്റ്റഡ്. സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്റ്റഡ് of the painting in order to ascertain whether Manet's seemingly distorted point of view might have been possible after all. അവിടെയാണ് ആൻസർ. എന്തിനാണ് ഈ മാനറ്റിന്റെ പെയിന്റിങ് റിയലിസ്റ്റിക് ആണോ, പോസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവർ റീകൺസ്ട്രക്ട് ചെയ്തത് അല്ലേ? Yet, while academics are understandably drawn to the compositional enigma of the painting, the layperson is always likely to see, layperson is സാധാരണ മനുഷ്യൻ, the much simpler, more human story beneath. No doubt, this is the way Manet would have wanted it. I just wanted to represent what's going on. Okay, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 1 to 5 അതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? Scholars 2. Aspects of the paintings that scholars are most interested in. ആൻസർ എന്തുവാ?
എഫ് ആൻസർ ഷീറ്റിൽ എഫ് എഴുതുന്നു. നമുക്ക് 6 to 10 കഴിഞ്ഞു ഇല്ലേ? ഇനി ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, 13. അക്കാഡമിക്സ് ഹാവ് റീകൺസ്ട്രക്ട് ദ പെയിന്റിംഗ് ഇൻ റിയൽ ലൈഫ് ബിക്കോസ് എന്തുകൊണ്ടാണ് അത് പോസിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയല്ലേ ആ പെയിന്റിങ്ങിന്റെ ആസ്പെക്ട്. അപ്പോൾ എന്തായിരിക്കും? യു ടെൽ മീ വാട്ട്സ് ആൻസർ. Did you find the answer? Come on, you can do it. Easy. എന്തിനു വേണ്ടിയാണ്? Sense of real. ആണോ? സി ഇവിടെ നോക്കി, ഒന്നുകൂടെ വായിച്ചു നോക്കി. Some have even constructed the stage representation of painting in order to ascertain whether man's seemingly distorted point of view might have been possible after all. അത് പോസിബിൾ ആണോ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ? ഇത് ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ഇൻ റിയൽ ലൈഫിൽ അത് പോസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? Wanted to focus on the details in the painting. ഡീറ്റെയിൽസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ, അത് പോസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? Wanted to find out if the paintings. പെർസ്പെക്റ്റീവ് വാസ് റിയലിസ്റ്റിക്. എ ആണ് ആൻസർ അല്ലേ? വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ പെയിന്റിംഗ് വാസ് പോസിബിൾ ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ റിയൽ ആണോ, റിയൽ ആക്കാൻ പറ്റും. ദാറ്റ്സ് ആൻസർ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫെൽറ്റ് അല്ല, ബി അല്ല. വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് അല്ല. ഫെൽ ലൈക്ക് ദേ ഹാഡ് ബിക്കം അല്ല. വാണ്ടഡ് ടു മാനിപ്പുലേറ്റ് അല്ല. വാണ്ടഡ് ടു ഫോക്കസ്. അക്കാഡമിക്സ് എന്തിനാണ്? വാണ്ടഡ് ടു മാനിപ്പുലേറ്റ് അവർ സെൻസ് ഓഫ് റിയാലിറ്റി അല്ലല്ലോ. വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ? അല്ല. അവരെന്തിനാണ്? റിയലിസ്റ്റിക്, ഇത് പോസിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. Wanted to find out if the painting's perspectives was realistic. So we got all the answers. Congratulations. So that is section 1. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചിട്ട് ഇപ്പോൾ ഇത്രയും ടൈം എടുത്തു. ബട്ട് ഇഫ് യു പ്രോപ്പർലി പ്രാക്ടീസ്, നല്ലതായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഇൻ്റലിജൻസ്, റീസണിങ് കപ്പാസിറ്റി എല്ലാം IELTS അടിപൊളിയാണ്. ഐ ഓൾവേസ് ലൈക്ക് ഇറ്റ്. സോ ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. What do you think? Yes. Okay, great. So thank you everybody. Did you enjoy the class? Yes. Okay. Was it informative? Yeah. Educational? Yes. Inspirational? Yes. Okay. I hope the same for you, that you enjoyed the class. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുക. IELTS നല്ല അടിപൊളി സാധനമാണ്. ട്രിക്സുകളും ഒന്നും ഇല്ല, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് തന്നിട്ടുണ്ട്. ഇവിടെ ലക്കിൻ്റെ ഒരു ആവശ്യമില്ല. ഇഫ് യു വർക്ക് ഹാർഡ്, ഇഫ് യു ക്യാൻ പ്രോപ്പർലി മാനേജ് ഇംഗ്ലീഷ്, ഇഫ് യു ക്യാൻ റീഡ് റെഗുലർലി. അപ്പം റെഗുലർ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അല്ലാത്തവർക്ക് ഒരു ഉറുമ്പ് പിന്നെ ഒരു അരി കഷ്ണം പോകുന്ന പോലെ പറക്കി നമ്മൾ ഈ തറയിൽ കിടക്കുന്ന അരി പറക്കിയെടുക്കുന്ന പോലെ, അങ്ങനെയല്ല, ഇങ്ങനെ വാരി എടുക്കണം. വാരി എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കണം ഇതിൻ്റെ ഇതിൽ എവിടെയാണ് മുത്ത് കിടക്കുന്നത് അല്ലേ? അല്ലാതെ ഓരോന്ന് പറക്കിയെടുത്തിട്ടാണ് നോക്കുന്നത് ഇല്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം എവിടെയാണ് മുത്ത് കിടക്കുന്നതെന്ന്. ഓക്കെ. അപ്പം കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ സ്കില്ല് മാറും. നമ്മൾ ഈ വേണ്ടാത്ത വാക്കുകൾക്കൊന്നും അത്ര ഫോക്കസ് കൊടുക്കത്തില്ല. നമ്മൾ അറിയാത്ത വാക്കുകൾ, കട്ടിയായിട്ടുള്ള വാക്കുകൾ, നെയിംസ്, ഇതൊന്നും നമ്മൾ വായിച്ചെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു ഗുണമില്ല. ഓക്കെ. അങ്ങനെ ചെയ്യുക. ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. എത്ര ആൻസർ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തില്ല എങ്കിൽ. അതുകൊണ്ടാണ് ഈ ചിലർ വിചാരിക്കുന്ന IELTS പാടാണ്. IELTS പാടല്ല. ഇറ്റ്സ് ഈസി, ഇറ്റ്സ് റൈറ്റ് ദേ. ഐ ലൈക്ക് ഇറ്റ്. കാരണം ട്രിക്സ് ഇല്ല എൻ്റെ അല്ലേ? ഇറ്റ്സ് റൈറ്റ് ദേ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ സ്ട്രെയിറ്റ് ഫോർവേഡിന് ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റീസണിങ് കപ്പാസിറ്റി ഉപയോഗിക്കണം. നമുക്ക് കുറേ പര്യായപദങ്ങളൊക്കെ യൂഷ്വലി ഉള്ള കാര്യങ്ങൾ അറിയാൻ പറ്റണം. പക്ഷെ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തന്നിരിക്കുന്ന ഇത് വെച്ച് നമുക്ക് ഗസ് ചെയ്യാമല്ലോ. ഒരു വാക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഗസ് ചെയ്യാമല്ലോ, സാഹചര്യം വെച്ചിട്ട്. ഓക്കെ. സോ അങ്ങനെ ഒരാൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ്. ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. ടൈമർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ആദ്യമേ IELTS റീഡിംഗ് ഒക്കെ ആദ്യമായിട്ടൊക്കെ പണ്ട് ചെയ്തപ്പോൾ നല്ലതായിട്ട് ടൈം എടുത്താൽ ചെയ്തു. എനിക്ക് ഈ സാധനമൊക്കെ 1 മണിക്കൂർ കൊണ്ട് എടുത്താൽ ചെയ്തത്. ബട്ട് ടൈമർ വെച്ചിട്ട് അത് കൊണ്ട് കുറച്ചു. ഇപ്പം ചെയ്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ദൈവം സഹായിച്ചു. ഇപ്പോൾ ഏത് ടെക്സ്റ്റ് ആണെങ്കിലും ഇപ്പോൾ 20 മിനിറ്റ്സ് ധാരാളമാണ്. ഇത് പ്ലെൻറ്റി ടൈമാണ്. അത് കൊണ്ടുവരിക. പിന്നെ ഒരെണ്ണത്തിൻ്റെ ആൻസർ വിടാൻ പാടില്ല. എക്സാമിന് ചിലർ ആൻസറുകൾ വിടും. ഈ ചൂസ് സംതിങ് അല്ലേ? ABCDയിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചൂടെ? ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദ ആൻസർ, പോസിബിലിറ്റി ഉണ്ട്. നെഗറ്റീവ് മാർക്സ് ഇല്ലല്ലോ. ടൈം മാനേജ്മെൻ്റ് ആണ് നമ്പർ 1. Okay, so we hope that you have enjoyed the class today. Thank you, Karthik, for participating in the class today. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. റെഗുലർലി വിൽ അപ്ലോഡ് ക്ലാസ്സസ്, വിൽ കം ഓൺലൈൻ, ആൻഡ് വി മേ നോട്ട് ബി ഏബിൾ ടു ടീച്ച് ഓൾ ഓഫ് യു. എല്ലാവർക്കും ക്ലാസ് എടുത്ത്
നമ്മൾ തരാനൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. എന്നാലും വി വിൽ ബി ഏബിൾ ടു ഇമ്പാക്റ്റ് യു. അപ്പം ഗ്ലോബലി നമുക്കൊരു ഇമ്പാക്റ്റ് വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി മലയാളീസ് നിങ്ങൾക്ക് എല്ലാം ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നെങ്കിൽ ഫോളോ അസ്, ഷെയർ ദിസ് വീഡിയോ ടു അതേഴ്സ് ആൻഡ് സപ്പോർട്ട് അസ് so that we will be inspired to go forward. And until we see you next time. അപ്പോൾ അതിന് മുമ്പ്, so if you want to attend any classes, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് സെൻറ്റർ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. Offline, we are located in Adoor. Presently, we have an institution here. We'll be opening in different places soon, we believe. So, online classes available ആണ്. നമുക്ക് IELTS ക്ലാസ് ഉണ്ട്, PT, OET, Duolingo, ഫ്ലുവൻസി ക്ലാസ്സസ്. നമ്മുടെ ഫ്ലുവൻസി ക്ലാസ്സസ് ഒക്കെ പേര് കേട്ടതാണ്. ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ്. ജസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അല്ല. അതിൻ്റെ അതിൽ നമുക്ക് ആക്യുറേറ്റ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നല്ല പണ്ഡിതരാക്കി നിങ്ങളെ തീർക്കും. വിതിൻ എ വീക്ക് നമ്മൾ ഗ്രാമറൊക്കെ കവർ ചെയ്യും. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണമൊക്കെ, മദർ ടങ് ഇൻഫ്ലുവൻസ് ഒക്കെ മാറ്റി, ഹലോ ഹവാർ യു ഒക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കും. ആക്സെൻറ്റ് ട്രെയിനിങ്, പബ്ലിക് സ്പീക്കിംഗ്, പേടി മാറ്റുക. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ലൈവ് കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കാം അവരുടെ പേടി മാറ്റാൻ വേണ്ടി. സോ വി വർക്ക് വിത്ത് യു, വിൽ ഹെൽപ്പ് യു ടു ഇംപ്രൂവ് യുവർ സ്കിൽസ്, ഹിഡൻ ടാലൻസ്, ടു ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ ടാലൻസ്, ടു എൻകറേജ് യു ടു കം അപ്പ്, ടു മൂവ് ഫോർവേഡ്. ഓക്കെ, മാത്രമല്ല ഒരു ലോങ് ടേം സപ്പോർട്ട്, ലൈഫ് ടൈം സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് 1 year ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി വിസിറ്റ് അവർ വെബ്സൈറ്റ് www.goltc.in. Watch our YouTube, Facebook, Instagram videos. Follow us. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you very much. You take care. Bye-bye.